മെക്സമൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുവെന്നാണ് വിമർശനം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം നടത്തുന്നു. സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നുവെന്നും മലപ്പുറം കുഴിമണ്ണയിലെ വിവാദ പ്രസംഗത്തിൽ കാന്തപുരം പറഞ്ഞു. പാവം പോലെ ഇരിക്കുന്നുള്ളൂ. എന്താ മുതലെന്നറിയാമോ? അത്ര പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചാ ഞാനിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി. കണ്ടോ എന്റെ ഗുണം കണ്ടോ? ഞാൻ ഇത്ര നേരം അവിടുന്ന് കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തോണ്ട് വന്നത് കണ്ടോ? എന്നെ തെറ്റിക്കാൻ വേണ്ടി ഇവൻ പറഞ്ഞില്ല. നിങ്ങളെ കൊണ്ട് പല കുഴി ചടിക്കുന്ന ഇവൻ ഒരൊറ്റ ഇവന്റെ പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം അതിൻ്റെ ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഓ, ഞാൻ കരുതി അന്ധന്മാരായിരിക്കും. അതെ, ബ്ലൈൻഡന്മാർ. ഓ, പറഞ്ഞേ പോയിട്ടോ. ഇവൻ ഇതൊന്നല്ലവേ, ഈ കണ്ടതൊന്നല്ലവേ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ആർക്കശത്തിൽ മാറ്റമില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആവർത്തിക്കുന്നു. പുരുഷന് സ്ത്രീയുടെ മേൽ ആധിപത്യമുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടപഴകാനോ പുരുഷനോടൊപ്പം ഒറ്റയ്ക്ക് ജോലി ചെയ്യാനോ പാടില്ല. പിതാവ്, സഹോദരൻ, ഭർത്താവ് എന്നിവർക്കൊപ്പമോ കൂട്ടമായോ മാത്രമേ സ്ത്രീകൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. മതം അംഗീകരിച്ച കാര്യങ്ങൾക്കല്ലാതെ സ്ത്രീകൾ സഞ്ചരിക്കേണ്ടതില്ല. കാലം ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കാൻ ബഹുഭാര്യത്വമാകാം. വിവാഹപ്രായം കുറയ്ക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കും. വധുവിന്റെ വീട്ടുകാർ സഹായധനമായി നൽകുന്ന സ്ത്രീധനത്തെ എതിർക്കാനാവില്ലെന്നും കാന്തപുരം തുറന്നു പറയുന്നു. ഈ ലോകമാന്യം പോലെ ഇതിന് വലിയ മാന്യമൊന്നുമില്ല. ഇതിനൊരു പഞ്ഞുമില്ല. പിള്ളേരുടെ സന്തോഷമല്ലടാ നമുക്ക് വരും. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി കാണും. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നുള്ളത് മറന്നുപോയോ? മറന്നുപോയിട്ടില്ല. അപ്പോ ഇതെല്ലാം സ്ത്രീകൾക്ക് ഒറ്റ സ്ത്രീക്കും കഴിവില്ല എന്ന് പറയാനില്ല. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് അതിലല്ല സർവശക്തൻ കഴിവ് കൊടുത്തത്. ഇതിൽ നിയന്ത്രണ ശക്തി അത് പുരുഷനാണ്. ഹിമ്മത്ത്, മനക്കരുത്ത്. സ്ത്രീ വെറുത്തു പോകും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എല്ലാരും വിളിച്ചു.